1989 ജനുവരി 10 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഉദ്ഘാടന ദിവസം. വേദിയിൽ സിനിമാ പ്രവർത്തകരെ പരിചയപ്പെടുത്തുന്ന ചടങ്ങ് നടക്കുകയാണ്. ഇന്ത്യൻ നവതരംഗ സിനിമയുടെ മുഖമായ ഷബാന ആസ്മിയും പരിപാടിയിലുണ്ട്. അവിടെ നിന്ന് ഷബാനയോട് തന്നിലെ പ്രതിഭയെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയ നവതരംഗ സിനിമകളിലെ സംവിധായകൻ ആരെന്ന് പരിപാടിയുടെ അവതാരകനായ കബീർ വേദി ചോദിക്കുന്നു. ഒട്ടും താമസിയാതെ ശാന്തതയോടെ ഷബാന പറയുന്ന മറുപടി ഇങ്ങനെയാണ്: സംവിധായകരെക്കുറിച്ചുള്ള എൻ്റെ വീക്ഷണത്തെപ്പറ്റിയും നവതരംഗ സിനിമകളെക്കുറിച്ചുമെല്ലാം പറയുന്നത് മറ്റൊരിക്കലാകാം. ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അതേപ്പറ്റിയുള്ള ലഘുലേഖകൾ ഞങ്ങൾ സദസ്സിൽ വിതരണം ചെയ്തിട്ടുണ്ട്. എല്ലാവരിലേക്കും ആ കുറിപ്പ് എത്തിയിട്ടില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം വായിക്കാൻ ഈ വേദി ഉപയോഗിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന കടലാസ് കഷ്ണമെടുത്ത് ഷബാന ഇങ്ങനെ വായിച്ചു: ഡൽഹിയിൽ നിന്ന് 15 കിലോമീറ്റർ മാത്രം അകലെയുള്ള സഹീബാബാദിൽ ഒരു തെരുവ് നാടകം കളിക്കുന്നതിനിടയിൽ ജനുവരി 1 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അംഗവും സാംസ്കാരിക പ്രവർത്തനവുമായ സഫ്ദർ ഹാഷ്മിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അനുയായികൾ പട്ടാപ്പകലാണ് കൊല ചെയ്തത്. നാടക പ്രവർത്തനത്തിനോടൊപ്പം നിരൂപകൻ, നടൻ എന്ന നിലയിൽ സിനിമയ്ക്കും സഫ്ദർ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പറയുകയും മറുവശത്ത് സാംസ്കാരിക പ്രവർത്തകരെ കൊല ചെയ്യാൻ ഗൂഢാലോചന ഏർപ്പെടുകയും ചെയ്യുന്നവർക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഞങ്ങൾ ചലച്ചിത്ര പ്രവർത്തകരും സിനിമാപ്രേമികളും ആഗ്രഹിക്കുന്നു. മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ ഉറച്ച ശബ്ദത്തോടെ ആ വായന പൂർത്തിയാക്കി പ്രതിഷേധം രേഖപ്പെടുത്തിയ ഷബാന ഇന്ന് 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ മുഖ്യാതിഥിയാണ്. സെലിബ്രേറ്റിംഗ് ഷബാന ആസ്മി എന്ന പേരിൽ അഭിനേത്രിയുടെ 5 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ബോളിവുഡിന്റെ മുഖ്യധാരയിലും സമാന്തര സിനിമാ ലോകത്തും നാടകരംഗത്തും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന ഷബാന ആസ്മി അഭിനയ ജീവിതത്തിൽ 50 വർഷം തികയ്ക്കുന്ന വേളയിലാണ് IFFKയുടെ ആദരം. ഇന്ത്യൻ നവതരംഗ സിനിമയുടെ തുടക്കകാലത്ത് ചലച്ചിത്ര രംഗത്ത് ചുവടുറപ്പിക്കുകയും തുടർന്നുള്ള ദശകങ്ങളിൽ ഇന്ത്യൻ സിനിമയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായി മാറുകയും ചെയ്ത ഷബാന ആസ്മി 160-ൽ പരം സിനിമകളിൽ വേഷമിട്ടു. വിഖ്യാത സംവിധായകൻ ശ്യാം ബെനഗലിന്റെ 1974 പുറത്തിറങ്ങിയ അങ്കൂർ എന്ന ചിത്രത്തിലൂടെ ഇറങ്ങിയ ഷബാന ആസ്മിയെ തേടി നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. 5 തവണ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച ഷബാന ആസ്മി 6 ഫിലിം ഫെയർ അവാർഡുകളും നേടി. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 1998-ൽ പത്മശ്രീയും 2012-ൽ പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. കവി കൈഫി ആസ്മിയുടെയും നാടക സിനിമാ നടി ഷൗക്കത്ത് ആസ്മിയുടെയും മകളായി 1950 സെപ്റ്റംബർ 18 ഹൈദരാബാദിലാണ് ഷബാനയുടെ ജനനം. സഹോദരനായ ബാബ ആസ്മിയും ചലച്ചിത്ര പ്രവർത്തകനാണ്. കലാകാരന്മാർ മാത്രമായി ചുരുങ്ങാതെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ളവരായിരുന്നു അവരുടെ കുടുംബാംഗങ്ങൾ എന്നതിനാൽ ഷബാനയും അങ്ങനെ തന്നെ വളർന്നു. ഷൗക്കത്തും കൈഫിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും ഇന്ത്യയിലെ ആദ്യത്തെ തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ഇപ്റ്റയുടെ പ്രവർത്തകരുമായിരുന്നു. പാർട്ടി നൽകിയ സൗകര്യങ്ങളിലായിരുന്നു ഷബാന ആസ്മിയും കുടുംബവും വർഷങ്ങളോളം താമസിച്ചത്. തൊട്ടടുത്ത് താമസിക്കുന്നതും പരിചയക്കാരായ സഖാക്കൾ. ഈ സാഹചര്യമെല്ലാം കൂടിച്ചേർന്നതോടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലാകാരിയായി ഷബാന വളരുകയായിരുന്നു. തൻ്റെ ആദ്യ സിനിമയായ അങ്കൂറിലെ പ്രകടനത്തിലൂടെ തന്നെ ഷബാന കയ്യടി നേടി. ഷബാന ആസ്മിക്ക് സിനിമയിലെ ഗ്രാമീണ ചുറ്റുപാടുകളോട് പെട്ടെന്ന് യോജിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവരുടെ കഴിവിലൊരിക്കലും സംശയമില്ലെന്ന് മാത്രമല്ല, സിനിമയിലെ 2 ഹൈ പിച്ച് സീനുകളിൽ ഷബാന എല്ലാ പരിമിതികളെയും വലിച്ചെറിയുകയും നാടകീയ മുഹൂർത്തങ്ങളെ സമർത്ഥമായി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള അഭിനേത്രിയായി സ്വയം സ്ഥാനമുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്കൂറിലെ ഷബാനയുടെ പ്രകടനത്തെ പ്രശംസിച്ച് ഇന്ത്യൻ സിനിമയുടെ അധികായനായ സത്യജിത് റേ സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു: അങ്കൂറിൽ തുടങ്ങിയ യാത്ര ഷബാന ഏറ്റവും മികച്ച രീതിയിൽ തുടർന്നപ്പോൾ ഇന്ത്യൻ സിനിമയിലെ പകരം വെക്കാനില്ലാത്ത അഭിനേത്രിയായി അവർ വളരുകയായിരുന്നു. ഈ യാത്രയിൽ അർത്ത്, ദ ഫയർ, ക്രോസിംഗ്, ദ റൂയിൻസ്, മസൂം, ഗാന്ധാർ പോലുള്ള മികച്ച സിനിമകളാണ് വെള്ളിത്തിരയിലേക്ക് എത്തിയത്. സങ്കീർണമായതും വേറിട്ടതുമായ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്ത് ബോളിവുഡിലെ സ്ഥിരം സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുകയായിരുന്നു ഷബാന. അഭിനയത്തിലേതെന്ന പോലെ രാഷ്ട്രീയത്തിലും ബോളിവുഡ് താരങ്ങൾ ഇടപെടാത്ത രീതിയിൽ അവർ ഇടപെട്ടു. അതൊക്കെ കൊണ്ടായിരിക്കാം 1989-ലെ ഷബാനയുടെ പ്രസംഗത്തെ അടുത്തിടെ ദ ന്യൂസ് മിനിറ്റ് വെൻ എ ബോളിവുഡ് ഹാഡ് എ സ്പൈൻ എന്ന് വിശേഷിപ്പിച്ചത്.